സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ ചുവന്ന മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നു. അപർണ, സംസ്ഥാനം ഒട്ടാകെ അതിതീവ്ര മഴയാണ്. 8 ജില്ലകളിൽ ചുവന്ന മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മണ്ണിടിച്ചിലിൽപ്പെട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് വരുന്നത്. നിലവിലെ ഒരു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ഒരു നാളെയും ഇത്തരത്തിൽ തീവ്ര മഴ ഉണ്ടാകുമോ, അതോ എന്നത്തേക്കാണ് ഈ ഒരു മഴയൊക്കെ കുറയാനുള്ള സാധ്യത? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വരും ദിവസങ്ങളിലും മഴ കനക്കാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കാരണം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ അടക്കം മഴ ശക്തമാകുന്നത്. എന്തായാലും മുന്നറിയിപ്പുകളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചുവന്ന മുന്നറിയിപ്പും ഓറഞ്ച് മുന്നറിയിപ്പും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ മലയോര മേഖല അടക്കം ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മലവെള്ളപ്പാച്ചിലടക്കമുള്ള ഭീഷണി നേരിടുന്നുണ്ട്. നദികളിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കണം. ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ കൃത്യമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അടുത്തുള്ള ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ സന്നദ്ധരാകണമെന്നും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിന് പോകരുത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ തന്നെയാണ് കേരളത്തിൽ എത്തുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ കനത്ത മഴ ലഭ്യമാകുന്നത്. മഴയിൽ നിരവധി അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ മലയോര മേഖലയിലടക്കം ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ളവർ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അധികൃതരെ അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കാൻ തന്നെയാണ് സാധ്യത. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ വീണ്ടും തീവ്രമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് 8 ജില്ലകളിൽ ചുവന്ന മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് അധികൃതർ നൽകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്. കനത്ത മഴയിൽ കോഴിക്കോട് കാരശ്ശേരിയിൽ വീടിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണു. കാരശ്ശേരി സ്വദേശി ജലീൽ പാലക്കാംപോയിലിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത്. 2 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കൂടരഞ്ഞി ഉറുമിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ. കനത്ത മഴയും അമിതമായ വെള്ളപ്പൊക്കത്തെയും തുടർന്ന് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്ന് നടത്താനിരുന്ന മുഴുവൻ മത്സരങ്ങളും മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. തൃശൂർ മംഗലം ഡാം ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കും. അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ സെന്റിമീറ്റർ തുറക്കും. ഭാരതപ്പുഴയിൽ വെള്ളം ഉയരാനും സാധ്യതയുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് സാഹചര്യത്തിൽ 9 ജില്ലകളിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലകളിലെ അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്.